അപ്പൊ നമ്മള് ട്രയാങ്കിളിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു. ആ പ്രോപ്പർട്ടി വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്താ, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൽ കുറെ സൈഡ്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. എ ബി ബി ഡി സി ഡി ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കത് മാർക്ക് ചെയ്യാം. എ ബി ബി ഡി സി ഡി ഇത് ഇത്ര ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഒരു ആംഗിൾ തന്നിട്ടുണ്ട് എ സി ഡി. എ സി ഡി കണ്ടുപിടിക്കണം. സി ഡി ഇ ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. എ സി ഡി ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെ ചെയ്യും? ഇത്രയും പഠിച്ചത് നമുക്ക് നോക്കാം. നമുക്കൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ തേർഡ് സൈഡ് കണ്ടുപിടിച്ചൂടെ? രണ്ട് സൈഡ്സ് അറിയാമെങ്കിൽ തേർഡ് സൈഡ് കണ്ടുപിടിക്കാം. ഇത് ഇവിടെ നോക്കാം. നമ്മളിപ്പം പഠിച്ച എല്ലാ പ്രോപ്പർട്ടീസും കൂടെ വരികയാണ്. ഇവിടെ രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കത്തില്ലേ? ഞാൻ അത് രണ്ടും ഇതിന് ഓപ്പോസിറ്റ്. അപ്പൊ ഇത് എക്സ്, ഇതിന് ഓപ്പോസിറ്റ് ഇത് എക്സ്, രണ്ട് എക്സ് വരത്തില്ലേ? അല്ലേ? ഇപ്പൊ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് അടങ്ങുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഞാൻ എക്സ് എടുത്ത്. ഇനി നോക്കേ, ഈ ട്രയാങ്കിൾ എ ഡി ബിയുടെ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ ഇത്? അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മാണ്. അപ്പൊ ഇതെന്തായി? 2x ആയേ? അല്ലേ? ഈ ആംഗിൾ 2x ആണ്. ഈ രണ്ട് സൈഡ്സ് ഈക്വലാ. ഇത് ഇതിന് ഓപ്പോസിറ്റ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഇത് എന്താ? 2x എന്നായിരിക്കുമല്ലോ. അപ്പൊ ഇത് എന്തായി? 2x ആയി. ഇനി നമുക്കറിയാം എന്താ, ഈ ട്രയാങ്കിള്, ഏത് ട്രയാങ്കിള്? ആദ്യം നമ്മൾ പറഞ്ഞ ഇൻ ട്രയാങ്കിൾ എ ബി ഡി, രണ്ട് സൈഡ് എ ബി ഈക്വൽ ടു ബി ഡി. അപ്പൊ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഏതൊക്കെയാ? ഡി എ ബിയും ആംഗിൾ എ ഡി ബിയും എന്തായിരിക്കും? എക്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ട്രയാങ്കിൾ എ ബിയുടെ എക്സ്റ്റീരിയർ ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നത് എന്തായി? 2x ആയി. ഇനി നമുക്ക് എന്താ, ഇൻ ട്രയാങ്കിൾ ബി ഡി സി അവിടെ ആരൊക്കെ ഈക്വല്? ബി ഡി ഈക്വൽ ടു സി ഡി ആണ്. അങ്ങനെ ആകുമ്പോ ആംഗിൾ ബി ഡി ബി സി ഈക്വൽ ടു ആംഗിൾ ഡി സി ബി ഈക്വൽ ടു 2x ആയിരിക്കും. അല്ലേ? ഇനി വീണ്ടും മൂന്നാമത്തെ. അപ്പൊ ഫസ്റ്റ് ഇത് വന്നു, ഈ ട്രയാങ്കിൾ വന്നു. ഇനി അടുത്ത മൂന്നാമത്തെ ഈ ട്രയാങ്കിൾ നോക്കി. ഇൻ ട്രയാങ്കിൾ എ സി ഡി, ഈ വലിയ ട്രയാങ്കിൾ എ സി ഡി, അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഇത് എക്സ്റ്റീരിയർ ആംഗിൾ സി ഡി ഇ, അതല്ലേ എന്ത് വരും? സി ഡി ഇ. ഈ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ അല്ലേ 3x അല്ലേ? അതല്ലേ നമുക്ക് 81 തന്നേക്കുന്നത്? അല്ലേ? 3x ഈക്വൽ ടു 81 അല്ലേ നമുക്ക് തന്നേക്കുന്നത്? അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് ഇത് കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഇത് 3x ഈക്വൽ ടു 81 വന്നിട്ടുണ്ടെങ്കിൽ 2x എത്ര ആയിരിക്കും? അപ്പൊ 3x ഈക്വൽ ടു 81 തന്നിട്ടുണ്ടെങ്കിൽ x ഈക്വൽ ടു 27, 2x ഈക്വൽ ടു 54. ഇതെല്ലാം നമുക്ക് ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. CGL ടയർ 2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അല്ലേ? അത് നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഈ പറയുന്ന കഥകളെല്ലാം എഴുതണം. നമുക്ക് ഈ തിയറി എഴുതി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലേ? ജസ്റ്റ് നോക്കി, രണ്ട് സൈഡ്സ് ഈക്വൽ. അപ്പൊ ആ രണ്ട് ആംഗിൾ ഇട്ട് കൊടുത്തു. എക്സ്റ്റീരിയർ ആംഗിൾ 2x, ഇവിടെ അതാണെങ്കിൽ 2x. അപ്പൊ ഇത് 3x 81. അപ്പോൾ ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതിയായിരുന്നു അല്ലേ? അതിന് 3x 81 ആണെങ്കിൽ x 27, 2x 54 നമുക്ക് പെട്ടെന്ന് കിട്ടി. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ അതിന് നമുക്ക് ബേസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അല്ലേ? എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അവിടെ ആംഗിൾ എ ഈക്വൽ ടു 120 ഡിഗ്രി. ഈ ആംഗിൾ 120 ഡിഗ്രി തന്നിട്ടുണ്ട്, 120 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെന്താ, ആംഗിൾ ഡി ബി സി. ഇതൊന്നും ശ്രദ്ധിക്കണേ. ആംഗിൾ ഡി ബി സി, ഈ ആംഗിൾ എന്ന് പറയുന്നത് 2 ആംഗിൾ എ ബി ഡി. അപ്പൊ ഇതിന്റെ ഇരട്ടിയായിരിക്കും ഇതെന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായി? 2x ആയി. ഇങ്ങനല്ലേ? ആംഗിൾ ഡി ബി സി എന്ന് പറയുന്നത് ആംഗിൾ എ ബി ഡിയുടെ ഇരട്ടി ആയിരിക്കും. അതേ കണക്ക് ആംഗിൾ ഡി സി ബി, ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താ? ആംഗിൾ എ സി ഡിയുടെ ഇരട്ടി ആയിരിക്കും. അത് രണ്ട് ഈക്വൽ ആണെന്ന് തന്നിട്ടില്ല. അപ്പൊ ഇവിടെ എക്സ് ഇട്ടോണ്ട് ഇവിടെ ഞാൻ y ഇടിയാണ്. അപ്പൊ ഇത് y ആണെങ്കിൽ ഇതെന്താ? 2y ആയി.
പിന്നെന്താ ചോദിച്ചേക്കുന്നത്? ആംഗിൾ ബി ഡി സി. ഇത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ട്രയാങ്കിൾ എ ബി സി, ഈ വലിയ ട്രയാങ്കിളിൽ ആംഗിളിന്റെ സം എപ്പോഴും എന്തായിരിക്കും? 180 ആയിരിക്കുമല്ലോ. അപ്പൊ സം എടുത്തു നോക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ആണ്. നമുക്കറിയാം, ഉറപ്പാണ് അത് 180 ആയിരിക്കും. ആംഗിൾ എ 120 പ്ലസ് ആംഗിൾ ബി എന്താ? 3x ആണല്ലേ. ആംഗിൾ സി എത്ര? 3y ആണ്, ഈക്വൽ ടു 180. അപ്പൊ ഈ 3 കോമൺ എടുക്കാമല്ലോ. 3 into x plus 5 ഈക്വൽ ടു എത്രയായി? 180 മൈനസ് 120 60 ആയി. അപ്പൊ x plus 5 എത്രയായി? 20 വരും അല്ലേ. ഇനി നമ്മള് ഈ ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ ബി ഡി സി, അവിടെ എന്താ? ആംഗിൾ ബി ഡി സി പ്ലസ് ആംഗിൾ, ഇത് 2x ഇത് 3x പ്ലസ് 2x പ്ലസ് 2y ഈക്വൽ ടു 180. അപ്പൊ അവിടെ ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നത് എന്ത് വരും? 180 മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. അപ്പൊ എക്സ് പ്ലസ് 5 എത്ര? 20 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് 5 40 ആയി. അപ്പൊ 180 മൈനസ് 40 ഈക്വൽ ടു 140 ആൻസർ വരും അല്ലേ. സിമ്പിൾ അല്ലേ ഇതൊക്കെ? ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മാത്രം മതി. ജോമെട്രി സിമ്പിൾ ആയിട്ടുള്ളതാണ്. പേര് അഡ്വാൻസ് മാത്സ് എന്നൊക്കെ ആണെങ്കിൽ സിമ്പിൾ ആണ്. ഇത് ഓക്കെ. നമ്മൾ ഇത്ര എഴുതേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? നമുക്ക് ഈ ആംഗിൾ 2 മാർക്ക് ചെയ്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും 3x ആണ്, ഇത് 3y, ഇതെല്ലാം കൂടെ കൂട്ടാൻ 180 ആണെങ്കിൽ എക്സ് പ്ലസ് 5 നമുക്ക് 20 വന്നു. അപ്പൊ ഇതിനകത്ത് 2x ഉണ്ട്, 40 കുറച്ചാൽ മതി. അപ്പൊ ആകെ 140 ആൻസർ കിട്ടി. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്ത് ക്വസ്റ്റ്യൻ പറയുന്ന? ഒരു ട്രയാങ്കിൾ എ ബി സി ആണ്. അവിടെ ആംഗിൾ എ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. എ ബിയുടെ എ സിയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ഡി. എ ഡി എന്താ? ആംഗുലർ ബൈസെക്ടർ ആണ്, എന്തല്ല? പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല. അപ്പൊ ഈ എ ഡിക്ക് ഞാൻ എക്സ് ഇട്ടു. എ ഡി ആംഗുലർ ബൈസെക്ടർ ആണെങ്കിൽ ഇത് രണ്ടും എത്ര ഡിഗ്രിയാണ്? ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആവുമല്ലോ. ആംഗിൾ 60 അല്ലേ, ബൈസെക്ട് ചെയ്യുന്ന രണ്ട് ഈക്വൽ ആംഗുലർ ബൈസെക്ടർ അല്ലേ. അപ്പൊ നമുക്കിനി എ ഡി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് രണ്ട് സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ട്, ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. രണ്ട് സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും കണ്ടുപിടിച്ച് മൊത്തം കൂട്ടിയാൽ, അതായത് ട്രയാങ്കിൾ എ ബി ഡിയും എ ഡി സിയുടെയും കൂടെ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടുമല്ലോ. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി ഈക്വൽ ടു എന്താ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആയിരിക്കും അല്ലേ. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ കൂട്ടുന്നതായിരിക്കും എന്ത്? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയ അതെന്തായിരിക്കും? രണ്ട് സൈഡ് ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു സൈഡ്സ് 3 ഇൻറ്റു എക്സ് 3x ഇൻറ്റു സൈൻ തീറ്റ അല്ലേ. ഹാഫ് എക്സ് വൈ സൈൻ തീറ്റ അല്ലായിരുന്നു? അപ്പൊ ഇവിടെ എന്താ? ഹാഫ് ഇൻറ്റു 3x ഇൻറ്റു സൈൻ 30 ഇൻറ്റുവിന് വരുന്ന എക്സ് കിട്ടുന്നല്ലോ. ഹാഫ് ഇൻറ്റു 3x പ്ലസ് ഹാഫ് ഇൻറ്റു 4x സൈൻ 30 ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു സൈൻ 60 വരും അല്ലേ. ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു സൈൻ 60 വരും. പിന്നെ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ സൈൻ 60യുടെയും സൈൻ 30യുടെയും വാല്യൂ അറിയണം. സൈൻ 60 സൈൻ 30 എന്ന് പറയുന്നത് 1/2, സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പൊ ഇവിടെ ഹാഫ് എല്ലായിടത്തോട്ടാണ്ട് കട്ട് ചെയ്ത് കളയാം. ഇക്കോട്ടെ, വേണ്ട. 3x ഇൻറ്റു സൈൻ 30 അപ്പൊ എന്താ? 3x/2 പ്ലസ് 4x/2 ഈക്വൽ ടു രണ്ടും കൂടെ സൈൻ 30ക്ക് വരുവാണ് 1/2 കിട്ടുക. അപ്പൊ 3x/2 പ്ലസ് 4x/2 ഈക്വൽ ടു 3 ഇൻറ്റു 4 12 √3/2 ഇങ്ങനെ വരുമല്ലേ. താഴത്തെ 2 എല്ലായിടത്തും ഉണ്ടായിട്ട് കട്ട് ചെയ്ത് കളയാം. ബാക്കി 7x ആയി. അപ്പൊ 7x ഈക്വൽ ടു 12 √3
അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വന്നു 12√3/7. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ട്രിഗണോമെട്രിയിൽ ഈ വാല്യൂസ് കണ്ടുപിടിക്കാം, ബാക്കി സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്ന ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതിനകത്ത് AD ആംഗുലർ ബൈസെക്ടർ ആണ്. ഈ ട്രയാങ്കിൾ ABDയുടെ ഏരിയ 40 cm² തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം ട്രയാങ്കിൾ ABCയുടെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ AD ആംഗുലർ ബൈസെക്ടർ ആണ് അല്ലേ? AD ആംഗുലർ ബൈസെക്ടർ ആണെങ്കിൽ AB/AC എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? BD/CDക്ക് ഈക്വൽ ആയിരിക്കത്തില്ലേ? ഈക്വൽ ടു 4/12 1/3 ആയിരിക്കത്തില്ലേ അല്ലേ? അപ്പൊ ഇത് 4/12 തന്നെ വേണമെങ്കിൽ ഇടാം. 4/12 1/3 എന്താണെന്ന് വെച്ചാൽ നമുക്ക് റേഷ്യോ എങ്ങനെ വേണമെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇത് ഹൈറ്റ് എന്ന ആംഗുലർ ബൈസെക്ടർ ആണ്. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ AD ഇവിടെ ആംഗുലർ ബൈസെക്ടർ ആണ്, പെർപെൻഡിക്കുലർ അല്ല. അപ്പൊ നമുക്ക് ഇവിടെ 90 ഡിഗ്രി ഇട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഹാഫ് ഇൻറ്റു ബേസിന്റെ ഹൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഈ രണ്ട് സാധനത്തിന്റെ ഹൈറ്റ് HAD ആണെന്നും പറഞ്ഞ് എടുത്താൽ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC എന്നെ റേഷ്യോ എടുത്തൂടെ? അപ്പൊ ഹൈറ്റ് എന്തായാലും വെട്ടിപ്പോവും, റേഷ്യോ കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD ആകുമ്പോ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബേസ് 4 ആണ്, 4 BD ഇൻറ്റു H ബൈ ഹാഫ് ഇൻറ്റു CD ഇൻറ്റു H. അപ്പൊ ഹൈറ്റ് രണ്ടും വെട്ടിപ്പോയി, ഹാഫ് രണ്ടും വെട്ടിപ്പോയി. ബാക്കി ഏരിയയുടെ റേഷ്യോ എന്തായിരിക്കും? BD/CD ആണ്. അതെന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പൊ ഈ 1 എന്ന് പറയുന്ന 40 cm² ആയിരുന്നെങ്കിൽ 3 എത്ര വരും? 120 cm² വരും അല്ലേ? അപ്പൊ ഇതെത്ര? 120 cm² ആയി. അപ്പൊ മൊത്തം ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്ര? ഏരിയ ഓഫ് ABC എന്ത് വരും? 40 + 120 ഈക്വൽ ടു 160 cm² വരും അല്ലേ? നമുക്ക് ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ട്രിക്ക് വെച്ച് ചെയ്യാം. അപ്പൊ ഇത് ശ്രദ്ധിച്ചോണേ. നമുക്ക് ആദ്യം അറിയാം AD ആംഗുലർ ബൈസെക്ടർ ആണെങ്കിൽ ഈ സൈഡ്സിന്റെ റേഷ്യോ തന്നെ ആയിരിക്കത്തില്ല ഇവിടെ. അപ്പൊ ഇവിടെ 4:12 എന്ന് പറയുന്നത് എന്താ? 1:3 ആയി. ഇനിയാണ് നമ്മൾ നോക്കിക്കോ, നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് സെയിം ബേസിലേക്ക് ഉള്ള കുറെ ട്രയാങ്കിൾ ആണെങ്കിൽ, ഒരു പോയിന്റിൽ നിന്ന് സെയിം ബേസിലേക്കുള്ള കുറെ ട്രയാങ്കിളുകളാണ് ABC. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇവിടെ ABCDE, ഈ ഓരോ ട്രയാങ്കിളുകളുടെ ഏരിയ ഈ ബേസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? ഈ ബേസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇവിടെ സെയിം പോയിന്റും സെയിം ബേസ് ലൈനും ആണെങ്കിൽ, സെയിം പോയിന്റിൽ നിന്നുള്ള ട്രയാങ്കിൾ സെയിം ബേസ് ലൈനും ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? ഈ ബേസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD is to area of triangle area of ADE is to area of AEC എന്ന് പറയുന്നത് എന്തിന് റേഷ്യോ ആയിരിക്കും? എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? BD is to DE is to ECക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 1 എന്ന് പറയുന്ന 40 ആണെങ്കിൽ 3 എന്ന് പറയുന്നത് എത്രയായി? 120 ആയി. മൊത്തം 4 ആണല്ലേ? 3 + 1 4. അപ്പൊ എത്ര? ഇവിടെ 1 എന്ന് പറയുന്ന 40 ആണ്. അപ്പൊ 4 എന്ന് പറയുന്നത് എത്രയായി? 160 ആയില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യാം. കഥ ഇത്രയേ ഉള്ളൂ. ഒരു പോയിന്റിൽ നിന്ന് സെയിം ബേസിലേക്കാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഇത് ഹൈറ്റ് ആവണമെന്നില്ല, പെർപെൻഡിക്കുലർ ആവണില്ല. ഇത് എന്തായിരിക്കും? റേഷ്യോ ഈ ബേസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് 4. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒരു ട്രയാങ്കിൾ ABC ഉണ്ട്, അതിന്റെ ആംഗിളെ 120 തന്നിട്ടുണ്ട്, ആംഗിളെ 120 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെന്താ? 2 സൈഡ്സ് തന്നിട്ടുണ്ട്, മൂന്നാമത്തെ സൈഡ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏത് റൂളാണ് ഉപയോഗിക്കേണ്ടത്?
കൊസൈൻ റൂൾ അല്ലേ? കൊസൈൻ റൂൾ ഉപയോഗിച്ച് എന്താ രണ്ട് സൈഡ്സ് ഒരു ആംഗിൾ എന്നുണ്ട് നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ കോസ് എ എടുത്തൂടെ? കോസ് എ ഈക്വൽ ടു എന്താ? കോസ് എ ഈക്വൽ ടു എന്താ എഴുതുന്നത്? ബാക്കി രണ്ട് സൈഡിന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2bc. ഇങ്ങനല്ലേ കൊസൈൻ റൂൾ വരുന്നത്? അപ്പൊ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ കോസ് എ എത്ര? കോസ് 120 ഈക്വൽ ടു ബി സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു 5 ഇൻറ്റു 6. അപ്പൊ കോസ് 120 എന്താണെന്ന് അറിയണം അല്ലേ? അപ്പൊ കോസ് 120ക്ക് പകരം കോസ് 180 മൈനസ് 16 എഴുതി. അതെന്ന് പറഞ്ഞ മൈനസ് കോസ് 60 ആണ്. അത് മൈനസ് കോസ് 60 ആണ്. നിങ്ങളെ ട്രിഗണോമെട്രി പഠിക്കും കോസ് 120 എങ്ങനെ മൈനസ് കോസ് 60 ആയി എന്നുള്ളത്. അപ്പൊ ഇവിടെ മൈനസ് കോസ് 60 എന്ന് പറയുന്നത് മൈനസ് കോസ് 60 എന്ന് പറയുന്നത് 25 പ്ലസ് 36 മൈനസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു 5 ഇൻറ്റു അപ്പൊ 10 60. അപ്പൊ മൈനസ് കോസ് 60 ആണ്. മൈനസ് കോസ് 60 എന്ന് പറയുന്നത് കോസ് 60 എന്ന് പറയുന്നത് എത്ര? 1/2 ആണ്. അപ്പൊ മൈനസ് 1/2 ഈക്വൽ ടു മൈനസ് 1/2 ഈക്വൽ ടു 25 പ്ലസ് 36 മൈനസ് എ സ്ക്വയർ ബൈ 60 ആണ്. അപ്പൊ ഈ 16 കൂടെ പോയി 30. അപ്പൊ മൈനസ് 30 മൈനസ് 25 മൈനസ് 36 ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു 30 60 90 91 വരും അല്ലേ? ഇവിടെ 30 60 55 85 പ്ലസ് 9 91. അപ്പൊ എ ഈക്വൽ ടു എന്താ? √91 വരും. ഓക്കെ. അപ്പൊ എന്താ കോസൈൻ റൂൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ ഈ വാല്യൂ നമ്മൾ ട്രിഗണോമെട്രിന്ന് പഠിക്കും. ഡയറക്റ്റ് അപ്ലൈ ഇത്രയും ജസ്റ്റ് ചെയ്താൽ മാത്രമേ വേണ്ടി പറഞ്ഞുള്ളൂ. അപ്പം എ ഈക്വൽ ടു എത്ര വരും? √91. ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? കോസൈൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു 120 എന്ന് പറയുന്ന ആംഗിൾ മാത്രം തന്നേക്കാണ്. നമ്മൾ അതിനകത്ത് കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല, ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസ് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയാണ് ട്രയാങ്കിളിന്റെ ബേസിക്സ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ. അപ്പൊ നമ്മളൊരു 13 പ്രോപ്പർട്ടി പഠിച്ച് ആ പ്രോപ്പർട്ടി വെച്ചുള്ള ക്വസ്റ്റ്യൻസും ചെയ്തു. ഓക്കെ.